കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. പെരിന്തൽമണ്ണ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം കഴിഞ്ഞിരിക്കുന്നു. ചെയർമാൻ നമ്മോടൊപ്പമുണ്ട്. മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ടും അതുപോലെ ചില കാര്യങ്ങളിൽ എടുക്കേണ്ട അടിയന്തര ഘട്ടങ്ങളിൽ എടുക്കേണ്ട ചില കാര്യങ്ങളും പിന്നെ എന്തെങ്കിലും മറ്റു എന്തെങ്കിലും ഉണ്ടായാൽ അതിനെടുക്കേണ്ട മുൻകരുതലൊക്കെ ആയിരുന്നു ഇന്നത്തെ മീറ്റിങ്ങിലെ യോഗത്തിലെ പ്രധാന അജണ്ടകൾ. അതുകൂടാതെ ട്രോമാ കെയർ പ്രവർത്തകരുമായിട്ടുള്ള ഒരു അടിയന്തര യോഗം കൂടി ഉണ്ടായിരുന്നു. മഴക്കാലത്തോടനുബന്ധിച്ച് എന്തൊക്കെ തീരുമാനങ്ങളാണ് നഗരസഭ ദുരന്തങ്ങളെ നേരിടാൻ, അതിജീവിക്കാൻ, പിന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്? നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. പക്ഷേ അതിലും അപ്രതീക്ഷിതമായിട്ട് നേരത്തെ മഴ എത്തിയിട്ടുണ്ട്. മഴ നല്ല കനത്ത് പെയ്യുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് വെള്ളം കയറാൻ സാധ്യതയുള്ള സ്പോട്ടുകളെ നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 2 JCB ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം മണ്ണ് നീക്കം ചെയ്യുക, വെള്ളം എവിടെയെങ്കിലും കെട്ടി നിൽക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ ഒഴുക്കി വിടുന്ന പരിപാടികളൊക്കെ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. മഴ വീണ്ടും കനക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നടത്തുന്നുണ്ട്. നേരത്തെ കൗൺസിൽ യോഗം ചേർന്ന് പ്രത്യേക സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്യുകയും അവിടെ പ്രത്യേക നടപടി എടുക്കുകയും ചെയ്തു. ഇന്ന് വീണ്ടും നഗരസഭയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ യോഗം ചേർന്നു. ആദ്യം രാവിലെ സന്നദ്ധ പ്രവർത്തകരുടെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സേന തന്നെ രൂപീകരിച്ച് ഒരു കൺട്രോൾ റൂം ഇന്ന് രാവിലെ തുറന്നിട്ടുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ കൺട്രോൾ റൂം നമ്പറിൽ അറിയിച്ചാൽ ഉടനടി അതിന് പരിഹാരം ഉണ്ടാവും. അതാത് വകുപ്പുകൾ അതിൽ ഇടപെടുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പോലീസ്, ഫയർ, അതേപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ അലർട്ടായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവരൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ സന്നദ്ധ സേന എന്ന് പറയുന്നത്. അതുകൊണ്ട് സുരക്ഷിതരായിരിക്കുക. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ കൺട്രോൾ റൂമിൽ അറിയിക്കുക. അതാണ് പറയുന്നത്. ജാഗ്രത പാലിക്കണം. നഗരസഭാ ചെയർമാൻ നമ്മോട് പറയുന്നത് ജാഗ്രത പാലിക്കണം, സുരക്ഷിതരായിരിക്കണം. നഗരത്തിലെ ആളുകൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടൊരു അപകട സൂചന കണ്ടാൽ ഉടൻ തന്നെ കൺട്രോൾ റൂം, അത് പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ, സ്ഥാപനങ്ങളെല്ലാം ഒന്ന് ചേർത്ത് ഒരു സന്നദ്ധ സേന തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമുണ്ട്. ഒരു കാരണവശാലും അപകടം സംഭവിക്കാവുന്ന സ്ഥലങ്ങളിലേക്കൊന്നും രാത്രി യാത്ര ചെയ്യരുത് എന്നൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ സുരക്ഷിതരാവണമെന്ന മുന്നറിയിപ്പാണ് ചെയർമാൻ തരുന്നത്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നില 24 ലൈവ്.